നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോള് വിഷമിക്കണ്ട കേട്ടോ, അപ്പുവേട്ടന് സുഖമാകും, പേടിക്കണ്ട. മുത്തശ്ശിയല്ലേ പറയുന്നേ, അപ്പൂനൊന്നും സംഭവിക്കില്ല, അവന് സുഖമാവും. ഇനി മോളുമായി കൂട്ടുകൂടുകയും ചെയ്യും. എന്നാലും എനിക്ക് സങ്കടം വരുമോ മുത്തശ്ശി? എന്റെ അപ്പുവേട്ടൻ. മോള് കരയാതെ. ഒരു കാര്യം ചെയ്യും, മോള് ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പൂന് ഒരു അബദ്ധം വരുത്തരുതേ എന്ന് മനസ്സൂരിക്ക് പ്രാർത്ഥിക്കും. അപ്പൊ പിന്നെ അപ്പൂനൊന്നും സംഭവിക്കില്ല, മോടെ സങ്കടം തീരുകയും ചെയ്യും. മുത്തശ്ശി പറഞ്ഞ ശരിയാ, പ്രാർത്ഥിച്ചാ മതിയല്ലോ. അപ്പൊ അപ്പുവേട്ടനൊന്നും സംഭവിക്കില്ലല്ലേ? മോള് വാ, നമുക്ക് പ്രാർത്ഥിക്കാം. വാ. എന്റെ അപ്പുവേട്ടന് ഒരു ആപത്തും വരുത്തരുതേ ഭഗവാനെ. ഈശ്വര, അപ്പൂനൊന്നും വരുത്തരുതേ, പെട്ടെന്ന് സുഖാവണേ. ചേച്ചി പോയിട്ട് വാ മോനെ. ദൈവമേ, എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഈശ്വര, വിഷമിക്കാതെ, ഒന്നും ഉണ്ടാവില്ല. കണ്ണിൽ എന്തോ ഒരു എരിച്ചില് പോലെ പൊടി വീണതാന്ന് തോന്നുന്നു. സർ, ഒരു മിനിറ്റ്. എന്റെ കണ്ണ, എന്റെ അപ്പൂനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. കാത്തോണെ കണ്ണ. കണ്ണൻ എന്ന പേരുള്ള പയ്യനോ? ഹോസ്പിറ്റലിൽ ചായ വിൽക്കുന്നതോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. അല്ല, ഞാനിവിടെ കണ്ടതാ, അവൻ എന്നോട് സംസാരിച്ചതുവാ. കണ്ണൻ എന്ന പേരുള്ള പയ്യനെന്നല്ല, ഇവിടെ അങ്ങനെ ആരും ചായ വിൽക്കുന്നില്ല. ഈ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ ഉണ്ട്, ഇവിടെ മറ്റാരും അങ്ങനെ ചായ വിൽക്കാൻ സമ്മതിക്കില്ല. സ്ട്രിക്റ്റ് ഓർഡറാ. അല്ല പിന്നെ കണ്ണൻ എന്താ സ്വപ്നം കണ്ടതാണോ? അല്ല, ഞാൻ കണ്ണനെ കണ്ടതാ. സാർ, കണ്ണൻ എന്ന പേരുള്ള ഒരു പയ്യനാ എന്നോട് അപ്പു രക്ഷപ്പെട്ടു എന്നുള്ള വിവരം പറഞ്ഞത്. അത് കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഓടി വന്നപ്പോ ശരിയാ, ഡോക്ടർ അത് തന്നെ പറഞ്ഞു. ശ്യാമ തിരിച്ചു വന്നതിന് ശേഷം ശ്യാമയുടെ മുന്നിൽ വെച്ചല്ലേ ഡോക്ടർ ആദ്യമായി ഈ വിവരം നമ്മളോട് എല്ലാവരോടായി പറഞ്ഞത്. അതിനു മുമ്പ് ശ്യാമ പറഞ്ഞ ആ പയ്യൻ അപ്പു രക്ഷപ്പെട്ട വിവരം അറിയുന്ന എങ്ങനെയാ? അല്ല സാർ, ഞാൻ പറഞ്ഞ സത്യ, എന്നോട് വന്നവൻ പറഞ്ഞു. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അവൻ എന്നെ ശ്യാമേച്ചി എന്നെ വിളിച്ചേ. എങ്ങനെ അവൻ എന്റെ പേരറിയാം? അപ്പോ ആ ഒരു സമയത്ത് ഞാൻ അതൊന്നും ഓർത്തില്ല. എവിടെ വെച്ചാ ശ്യാമ കണ്ണനെ കണ്ടേ? ഇവിടെ വെച്ച് തന്നെയാ.
എന്നല്ലേ പേര് പറഞ്ഞ? അതെ. എന്നാ പിന്നെ ഇത്ര അത്ഭുതം കാട്ടി അവനെ മറ്റാരുമല്ല, സാക്ഷാൽ കണ്ണൻ തന്നെയാ. എന്റെ കണ്ണ, നീ എന്തൊക്കെ മായകളെ കാണിക്കുന്നേ. എന്തായാലും ഞാൻ മനോരുക്കി പ്രാർത്ഥിച്ചപ്പോ നീ എന്റെ അപ്പുവിന്റെ ജീവൻ എനിക്ക് തന്നല്ലോ. നന്ദിയുണ്ട്. നീ എന്റെ അപ്പുവിനെ രക്ഷിച്ചല്ലോ കണ്ണ. അപ്പു ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയെല്ലാം കുറവുണ്ട് ഡോക്ടറെ. കുറച്ചു സമയം അപ്പു എല്ലാരെയും പേടിപ്പിച്ചു കളഞ്ഞു. ഡോക്ടർ, എന്താ മോനെ? ഓപ്പറേഷന് മുമ്പ് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ കാര്യം മറന്നോ? എന്താ? എന്റെ ഹൃദയം തുറക്കുമ്പോ ഡോക്ടർ യഥാർത്ഥ ഈശ്വരനെ കാണും. ആ രൂപം എങ്ങനെയാന്ന് പിന്നെ എനിക്ക് പറഞ്ഞു തരാന്ന് ഡോക്ടർ സമ്മതിച്ചതാ. ഉറപ്പായിട്ടും ഡോക്ടർ ഹൃദയത്തിൽ ദൈവത്തിനെ കണ്ടു കാണും. പറയണം ഡോക്ടറെ, എങ്ങനെ ഈശ്വരന്റെ രൂപം ഇരിക്കുന്നേ? അപ്പു, നിന്റെ ഹൃദയം ഓപ്പൺ ചെയ്തപ്പോ ഈശ്വരന്റെ രൂപം ഞാൻ കണ്ടില്ല. പിന്നെ നിന്റെ നിലച്ച ഹൃദയത്തിലേക്ക് ആദ്യ തുള്ളി രക്തമായി ഈശ്വരൻ കടന്നു വരുന്നത് ഞാൻ കണ്ടു. ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല അപ്പു. പക്ഷെ പല സമയങ്ങളിലും ഇങ്ങനെ അത്ഭുതമായും ആശ്വാസമായും ദൈവം എത്താറുണ്ട്. ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അനുഭവിച്ചറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.